സിഡ്നി 2018 സ്കോളർഷിപ്പോട് കൂടിയാണ് കോളേജിൽ ചേർന്നത്. നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു അവൾ. പക്ഷെ കോളേജിലെത്തി കഴിഞ്ഞപ്പോൾ പഠിത്തത്തെക്കാട്ടിലും പ്രാധാന്യം അവൾ കൂട്ടുകാർക്കും പാർട്ടിക്കും കൊടുത്തു. 2 സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ അവളുടെ ഗ്രേഡ് എല്ലാം താഴേക്ക് പോയി. അതോടുകൂടി അവൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്കോളർഷിപ്പ് ക്യാൻസലായി. കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷെ അവൾ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞില്ല, വീട്ടിലേക്ക് പോയുമില്ല. അവളുടെ അച്ഛനും അമ്മയും കരുതിയിരുന്നത് സിഡ്നി കോളേജിൽ പോയി നന്നായി പഠിക്കുന്നുണ്ടെന്നാണ്. 2020 മാർച്ച് 3 അവളുടെ അച്ഛൻ ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞു. സിഡ്നിയുടെ അമ്മ ബ്രെൻഡയെ വിളിച്ച് സംഭവങ്ങൾ അറിയിച്ചു. ബ്രെൻഡ കോളേജിൽ വിളിച്ച് ചോദിച്ചപ്പോൾ കോളേജ് അധികൃതർ വിവരങ്ങളെല്ലാം ബ്രെൻഡയോട് പറഞ്ഞു. ആ സമയം സിഡ്നി വീട്ടിലുണ്ടായിരുന്നു. കോളേജ് അധികൃതർ ബ്രെൻഡയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തൊക്കെയോ ശബ്ദം കേട്ടു. പെട്ടെന്ന് ഫോണും കട്ടായി. തുടർന്ന് അവർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് വീട്ടിലെത്തിയപ്പോൾ സിഡ്നി പറഞ്ഞു ആരോ വീട്ടിൽ അതിക്രമിച്ച് കയറിയെന്ന്. റൂമിൽ ബ്രെൻഡ തലക്കടിയേറ്റ് രക്തത്തിൽ കുളിച്ച് കിടപ്പുണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബ്രെൻഡ മരണപ്പെട്ടു. പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായി ആരും അതിക്രമിച്ച് കയറിയതല്ലെന്ന്. മാനസിക പ്രശ്നമുണ്ടെന്ന് സിഡ്നി വരുത്തി തീർക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അവൾക്ക് 15 വർഷം തടവ് ശിക്ഷ വിധിച്ചു. കോളേജിൽ നിന്ന് പുറത്താക്കിയത് കണ്ടുപിടിച്ചതിനാണ് സിഡ്നി സ്വന്തം അമ്മയെ കൊന്നത്.